അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, പരിശുദ്ധ റമദാന്റെ വളരെ പുണ്യമേറിയ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നോമ്പും നമസ്കാരങ്ങളും മറ്റെല്ലാ ആരാധനാകർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുകയും അതിനർഹമായ പ്രതിഫലം നൽകുകയും ചെയ്യട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആരാധനാകർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്? അള്ളാഹുവിന്റെ തൃപ്തിയും സ്നേഹവും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നബിയെ പറയുക, ആരെങ്കിലും അള്ളാഹുവിനെ സ്നേഹിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾ പിന്തുടരുക. അപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുക വഴി അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് ലഭിക്കും. ഇത് കേവലം നമ്മുടെ ആരാധനാനുഷ്ഠാനങ്ങളിൽ മാത്രമല്ല, നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ റസൂലിനെ മാതൃകയാക്കുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും കടമയാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അള്ളാഹുവിന്റെ റസൂലിനെ ലോകർക്കാകമാനം ഒരു ഉത്തമ മാതൃകയാക്കിയിട്ടാണ് അള്ളാഹു അയച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. അള്ളാഹുവിന്റെ റസൂൽ ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയാണ്. അപ്പോൾ ആ പരിശുദ്ധമായ ജീവിതത്തെ പിന്തുടരാനും അതനുസരിച്ച് ജീവിക്കാനും റസൂലുള്ളാഹിയെ സ്നേഹിക്കാനും നമുക്ക് എല്ലാവർക്കും ഭാഗ്യമുണ്ടാവട്ടെ. അതിനുള്ള അനുഗ്രഹം അള്ളാഹുവിൽ നിന്നുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.